അൽത്താഫ് പിന്നെ വയറ് മാടേക്ക് എടുത്തോണ്ടാണ് വന്നത് കല്യാണത്തിൽ. എത്ര കഴിച്ചാലും എത്തുന്നില്ല, എത്ര കഴിച്ചാലും ഇതിപ്പോൾ രണ്ടാമത്തത്, അത് മൂന്നാമത്തത്, ഇത് രണ്ട് കല്യാണം രാവിലെ കഴിച്ചില്ല. കല്യാണം ആയതുകൊണ്ട് രാവിലെ കഴിക്കാവും. അതങ്ങനെയാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡയറ്റ് എടുക്കുന്നത്. ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരും. അതിലാണ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് മൊത്തം അവ എടുത്ത് കണ്ണാക്കി കയറ്റി, എന്നിട്ട് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് എന്താടാ അതുകൊണ്ട് പിന്നെ ഞാൻ ബിരിയാണി കുറച്ചിട്ടുണ്ട്, മറ്റുള്ളവർ കഴിക്കട്ടെ. ഇനി പെരി വീട് ഇരിക്കണം, തിന്ന് കഴിഞ്ഞില്ലേ ജയിച്ച് പോടാ. നിങ്ങളോടൊക്കെ ഒരുമിച്ച് പോകാൻ ചോദിച്ചു. സ്നേഹം വേണം, സ്നേഹം മനസ്സിലായ സ്നേഹം. എൻ്റെ സ്നേഹം കുറച്ചേ ഉള്ളൂ, ഞാൻ കുറച്ച് സ്നേഹിച്ചിട്ടുള്ളൂ. അത് ശരിയാ. എവിടെ സ്നേഹം? അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓഫർ നമ്മൾ തരികയാണ്. കാരണം നമുക്ക് ചില തെണ്ടി കുടുംബക്കാരുണ്ടാവും. നമ്മൾ വിളിച്ച കല്യാണത്തിന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ പറയും മോശം അഭിപ്രായം പറഞ്ഞു. പക്ഷെ അതിനെ ഇല്ലാതാക്കി നമ്മൾ അവർ എത്ര നാൾ നമ്മളുടെ കഷ്ടപ്പാടും അധ്വാനത്തിൽ ആ കുടുംബത്തിന്റെ സൽപ്പേരൊക്കെ നശിപ്പിച്ചിട്ട് പോകും. പക്ഷെ നമ്മളിവിടെ മിമിക്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കി തരികയാണ്. ഏത് കല്യാണ പരിപാടിക്കും വന്ന് ഭക്ഷണം കഴിച്ച് ജെനുവിനായിട്ടുള്ള അതെ ഏത് കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം ജെനുവിനായിട്ടുള്ള റിപ്ലൈ മാത്രമേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ. നിങ്ങൾ അതിനുള്ള പേടി വേണ്ട. ഇവൻ പിന്നെ ജെനുവിനാണ്, ഇവൻ ജെനുവിൻ സോളാണ്. നിങ്ങൾക്ക് പോയി കയ്യിൽ നിന്ന് പോയി കഴിച്ച ഒരാൾ ഇവിടെ നമ്മളെ കയ്യിലുണ്ട്. ഒന്നും പറയാനില്ല, 100% മട്ടൻ ബിരിയാണി ആയിരുന്നു, അത് ബീഫ് ബിരിയാണി ആയിരുന്നു? അത് എന്താണെന്ന് അറിയില്ല, രണ്ടും കെട്ട ഒരു സംഭവമാണ്. ബീഫാണെങ്കിൽ നമ്മുടെ മട്ടനാണെന്ന് പറഞ്ഞാൽ മട്ടൻ എന്ന് പറഞ്ഞ് കഴിക്കും. കോഴിയെ നിങ്ങൾ ബീഫാണെന്ന് പറഞ്ഞ് കൊടുത്താൽ അങ്ങനെ കഴിക്കും അല്ലേടാ? അതാണ്, നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇവനെയൊക്കെ കൊണ്ട് ഈ പരിപാടി എങ്ങനെ നടത്തിക്കൊണ്ട് പോകും.